2015 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക്. നമ്മൾ ചോദിച്ച പ്രൈസ് വെറും 11,90,000 രൂപ. നമുക്ക് 6 രൂപയ്ക്ക് കൊടുക്കാം. 6 ലക്ഷം രൂപ 23 വെറും 5,95,000 രൂപക്ക് ഡീസൽ സ്വിഫ്റ്റ് മോഡൽ 18 നമുക്ക് ലാസ്റ്റ് ഒരു 5,4 ലക്ഷം രൂപ കൊടുക്കാം. ലോണ് ഏകദേശം നമുക്കൊരു ആളെ കയ്യിൽ ഒരു 1.5 ലക്ഷം റുപ്യന്റെ ബാക്കി ലോൺ വേണ്ടിയാണ്. നമ്പർ ഫുൾ ലോൺ കൊടുക്കാൻ നമുക്ക് 2.25 കൊടുക്കാം. 4.5 ലക്ഷം രൂപക്ക് 15 ഡീസൽ നമുക്ക് കൊടുക്കാം. ചെറുതായിട്ട് നെഗോഷ്യബിൾ ആവും. ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ ചെയ്യും. 1 രൂപ പോലും മുടക്കാതെ 100%. ഹലോ ഗൈസ്, മലയാളി മീഡിയയിലെ പുതിയ എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ പുതിയ എപ്പിസോഡ് എന്ന് പറയാൻ കാരണം ഈ ഷോറൂം ഇന്നലെ ഇങ്ങോട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് വീഡിയോ നമ്മുടെ മലയാളി മീഡിയയിലൂടെയാണ് നിങ്ങൾ മുന്നിലേക്ക് വരാൻ പോകുന്നത്. ഷോറൂമിന്റെ പേര് പാരീസ് മോട്ടോഴ്സ് മണ്ണാർക്കാടാണ് കേട്ടോ. പുതിയ ഷോറൂം ആയതുകൊണ്ട് തന്നെ ഓഫർ പ്രൈസിലാട്ടോ എല്ലാ വാഹനവും കൊടുക്കുന്നത്. ഈ ഒരു പ്രൈസ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോളി. 2011 മോഡൽ കേരളത്തിലേക്ക് നമ്പറായ ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്ത ഇന്നോവ കൊടുക്കുന്നത് വെറും 5.25 ലക്ഷം രൂപക്ക്. ഇതെങ്ങോട്ട് നോക്കി 2016 മോഡൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്ന അലോയ് വീൽസ് ഉള്ള എർട്ടിക വെറും 4,80,000. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം, ഇവർക്ക് വണ്ടിയുടെ റേറ്റ് ഒന്നും അറിയില്ല കേട്ടോ. പരസ്യപ്പെടുന്നതിൻ്റെ മുന്നേ പെട്ടെന്ന് വന്ന് കൊണ്ടുപോയിക്കോടി. ഈ ഒരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. അടുത്ത ഓഫർ കേട്ടോ, 2015 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക് ഫോർച്യൂണർ തരാൻ പോകുന്ന പ്രൈസ് കേട്ടിട്ട് ആരും ഞെട്ടരുത്. വെറും 11,90,000 രൂപക്കാണ് തരാൻ പോകുന്നത് കേട്ടോ. ഇനി അടുത്തായിട്ട് ഒരു കില്ലാടി ഐറ്റത്തിന് കാണിച്ചു തരാം. ഈ ഒരു മുതലുണ്ടല്ലോ, ഈ ഒരു ഐറ്റം വാപ്പാൻ്റെ പ്രായമുള്ളൊരു മുതലാണ്. അതടക്കം അവിടെ റെഡി സ്റ്റോക്ക് ഉണ്ട്. ഇതൊക്കെ നല്ലൊരു മാന്യമായ റേറ്റാണ് തരാൻ പോകുന്നത്. ഇതിനൊക്കെ മോഹ വിലയാണ്. അടുത്തതായിട്ട് ഈ ഒരു മുതലുണ്ടല്ലോ, ഇന്ത്യയിൽ ആകെ 1000 പീസ് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ ഓൾ ഓവർ ഇന്ത്യയിൽ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഡീസലാണ്, മൈലേജിൻ്റെ രാജാവ്. ഏകദേശം 20-ന് മുകളിൽ എങ്ങനെ പോയാലും കിട്ടും. ഇങ്ങനെ തുടങ്ങിയ 10-20ഓളം വാഹനങ്ങൾ ഇവിടെ റെഡി സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളൊരു വീഡിയോ അവസാനം വരെ കണ്ടോ. വണ്ടി എടുക്കാൻ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒരിക്കലും മിസ്സാക്കരുത്. നിങ്ങളെ ഫ്രണ്ട്സിന് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തോട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം വേസ്റ്റ് ചെയ്ത് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഷോറൂമിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അസീസ് ബ്രോ ആണ്. ബ്രോ, മലയാളി മീഡിയയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? റാഹത്താണല്ലേ. നമ്മുടെ ഷോറൂം എന്നപ്പോൾ കറക്റ്റ് ഉദ്ഘാടനം ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പുതിയ ഷോറൂമിന്റെ ആ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുക്കും. നമ്മൾ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടാണ് നമ്മൾ പ്രോപ്പർ സ്ഥലം. മണ്ണാർക്കാട് ഒരു 4 കിലോമീറ്റർ ഉള്ളിലോട്ടാണ്. ടിപ്പു സുൽത്താൻ റോഡ്. നമ്മുടെ ഷോറൂമിന്റെ പേര് പാരീസ് മോട്ടോഴ്സ് എന്നാണ് അല്ലേ? ഓക്കെ. ഇപ്പൊ കറക്റ്റ് ഏകദേശം എത്ര വണ്ടികൾ നമുക്ക് അവൈലബിൾ ആണ്? നമ്മളിപ്പോ നിലവിൽ റെഡി ആയിട്ട് ഒരു 15-16 വണ്ടികൾ ഇപ്പൊ ഉണ്ട്. ബാക്കി സ്റ്റോക്കുകൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. എന്തൊരു 20-25 വണ്ടികൾ റെഡി സ്റ്റോക്ക് ഉണ്ട്. ഇനി നമ്മളെ ഫോളോവേഴ്സ് ആവശ്യപ്പെട്ടാൽ നല്ല റേറ്റ് കുറച്ച് വണ്ടികൾ ബില്ലടിച്ച വണ്ടികൾ വരുന്നുള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ വണ്ടികളൊക്കെ ഓൺ ദ വേ ആണ് കേട്ടോ. വാഹനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നമ്മൾ ഈ ഫ്ലഡ്, ടോട്ടൽ ലോസ്, മേജർ ആക്സിഡന്റ് അങ്ങനത്തെ വണ്ടികളുള്ള അങ്ങനത്തെ ഒരു വണ്ടികളും ഇല്ല. നമുക്ക് നിലവിൽ ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്ന ഒരു ആഗ്രഹത്തിലല്ലേ നമ്മൾ തുടങ്ങാം. തീർച്ചയായും. ഒരിക്കലും നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലും വണ്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെന്തെങ്കിലും അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് മാറ്റിയാണ് കൊടുക്കും. അത്രയും ഗ്യാരണ്ടിയിൽ നമ്മൾ ഫോളോസ് ചെയ്താൽ പറ്റും. എങ്ങനെയുണ്ട് പ്രൈസും കാര്യങ്ങളൊക്കെ? സാധാരണ നമ്മൾ ഈ നാട്ടിലത്തെ ഒരു മാർക്കറ്റ് റേറ്റ് നോക്കിയിട്ടാണ് നമ്മൾ മാർക്കറ്റ്. കൂടുതലുണ്ടോ? നമുക്ക് എന്തോണി? ചെറിയൊരു കൂടുതലുണ്ട്. എന്തായാലും നമ്മൾ ഫോളോസ് വരുമ്പോൾ കുറച്ച് കൊടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് വില എന്തെങ്കിലും കുറപ്പിക്കാം. അപ്പൊ നമുക്ക് ഓരോ വാഹനങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. കമോൺ ഗൈസ്. ആദ്യമായിട്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള കേരളത്തിലേക്ക് നമ്പറായ ഒരു ഇന്നോവ പരിചയപ്പെടാം അല്ലേ? ഇത് കറക്റ്റ് മോഡൽ എത്രയാണ്? ഇത് 2011 G4 ആണ്. G4 ആണ്. നമ്പർ ആയ വണ്ടിയാണ്. ഡൽഹിയിൽ നിന്ന് നമ്പർ ആയ വണ്ടി. അപ്പൊ എത്ര ഓണർഷിപ്പ് ആയിട്ടുണ്ട്? ഓണർഷിപ്പ് ഇപ്പൊ നിലവിൽ 3ാമത്തെ ഓണർഷിപ്പ്, തേർഡ് ഓണർഷിപ്പ്. അപ്പൊ സെക്കൻഡ് ഓണർഷിപ്പിൽ ഇങ്ങനെ കൊടുത്തിട്ട് തേർഡ് ഓണർഷിപ്പിലേക്ക് നമ്പർ ആയതാണ്. 2011 ആണല്ലേ മോഡൽ വരുന്നത്? G4. കിലോമീറ്റർ കാര്യങ്ങൾ 2.25 ആയിട്ടുണ്ട്. സർവീസും കാര്യങ്ങളും പുറത്തുനിന്നാണ്. അതർ സൈറ്റ് വണ്ടിയാണ്. നമുക്ക് അത്ര ജെനുവിനിറ്റി പറയാൻ പറ്റുമോ? വണ്ടി ക്വാളിറ്റി നമുക്ക് കണ്ടീഷൻ പറയാം. തീർച്ചയായിട്ടും. മേജർ ആക്സിഡന്റോ മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയർ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ടയർ വരുന്നുണ്ട് അല്ലേ? ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ 8 സീറ്റാണ് വാഹനം വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ സീറ്റർ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ഒരു ചെറിയ എക്സ്ട്രാ ഫിറ്റിങ്സുകളൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു ഹൈ ക്വാളിറ്റി ഇന്നോവ നോക്കുന്നവർ കേരളത്തിലേക്ക് നമ്പറായ വണ്ടിയാണ്. 11 ആയതുകൊണ്ട് തന്നെ ലോണും കിട്ടാൻ ചാൻസ്. ഓക്കെ. ഒരു ചെറിയ തുക ഡൗൺ പേയ്മെന്റ് മുടക്കാൻ നമുക്ക് സ്വന്തമാക്കാം, ലോൺ കൊടുക്കാം. ഓക്കെ. നമ്മൾ എത്രയാണ് ആസ്കിനി മുതൽ? നമുക്ക് ലാസ്റ്റ് ഒരു 5.25 കൊടുക്കാം. 5.25 ലക്ഷം രൂപ കൊടുക്കാം. ലോണ് ഏകദേശം നമുക്കൊരു ആളെ കയ്യിൽ ഒരു 1.5 ലക്ഷം റുപ്യന്റെ ബാക്കി ലോണും ചെയ്തു. 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഫുള്ള് ലോൺ ആക്കിയിട്ട് വണ്ടി കൊണ്ടുപോകാം. അടുത്തായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഓഫർ വാഹനം തന്നെ പരിചയപ്പെടാം. ഏറ്റവും ഫുൾ ഓപ്ഷൻ ZXi+, അതായത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരും, കമ്പനി അലോയ് വീൽസ് വരും,
കീലെസ് എൻട്രി, ക്ലൈമറ്റ് കൺട്രോൾ, AC, കമ്പനി സ്റ്റീരിയോ എല്ലാം വരുന്ന അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയന്റ് അല്ലേ? ഓക്കെ. ഇത് മോഡൽ 2016 മോഡൽ. ഓണർഷിപ്പോ തേർഡ് ഓണർഷിപ്പ്. കേരള വണ്ടി തന്നെയാണ്. കറക്റ്റ് എത്ര കിലോമീറ്റർ ഇപ്പോൾ വണ്ടി? കറക്റ്റ് കമ്പനി സർവീസ് ആണ്. 180 ആയിട്ടുണ്ട്. പക്ഷെ ഫുള്ളും ഈ ലാസ്റ്റ് വരും കമ്പനി സർവീസ് ആണ്. അപ്പൊ ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു സീറ്റർ വരുന്നുണ്ട്, കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. അല്ല, അഡീഷണൽ ആഡ് ചെയ്താട്ടോ. അത് സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. പ്രൈസ് ചോദിച്ചത് നമുക്ക് 480 കൊടുക്കാം. 480 ആസ്ക് ചെയ്യേണ്ടത്. ചെറുതായിട്ട് നെഗോഷ്യബിൾ ആയിട്ട് ചെയ്യൂലേ? ചെയ്യും. ഫുൾ ലോൺ കിട്ടും ഇനി? ഫുൾ ലോൺ നമുക്ക് 4 രൂപ ലോൺ കൊടുക്കും. 4 രൂപ ഒരു 90-95% വരെ ലോണും ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ എർട്ടിഗ. നമുക്ക് സ്വിഫ്റ്റ് പരിചയപ്പെടാം. അതും KL50 മണ്ണാർക്കാട് വരുന്ന വണ്ടി കേട്ടോ. അപ്പൊ ഇവിടുത്തെ ഓൺ വണ്ടി തന്നെയാണ്. ഓക്കെ. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ, മോഡൽ കാര്യങ്ങളൊക്കെ? 2022 മോഡല്, 23 റേഷ്യയിലെ വണ്ടിയാണ്. 23 റേഷ്യൽ അല്ലേ? അപ്പൊ പുത്തൻ വണ്ടി. അപ്പൊ ഓണർഷിപ്പ് കിലോമീറ്റർ ഒക്കെ ആകെ 20,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 20,000 ഓടിയിട്ടുള്ളൂ. 20,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. എന്തെങ്കിലും റീപ്ലേസോ കാര്യങ്ങളോ? ഫുള്ള് കമ്പനി സർവീസ്. 23 വണ്ടിയല്ലേ? അതെ തീർച്ചയായിട്ടും. ക്വാളിറ്റി നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ബോഡി ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, ഈ ടയർ നോക്കുകയാണെങ്കിൽ കമ്പനി ടയറിന് ഓക്കെ. ഈ വണ്ടി മാത്രമല്ല നിങ്ങളുടെ കയ്യിൽ? അല്ല, നമ്മളിത് ഇനി 2022 ഓട്ടോമാറ്റിക് 2 സ്വിഫ്റ്റ് ഉണ്ട്. വൈറ്റും റെഡും ഉണ്ട്. 11,000 കിലോമീറ്റർ റെഡും 12,000 കിലോമീറ്റർ വൈറ്റ്. ലോ കിലോമീറ്റർ ഉണ്ട്. 2 ലോ കിലോമീറ്റർ. അതൊക്കെ നല്ല 7,500 രൂപയ്ക്ക് 2 വണ്ടിയും കൊടുക്കാം. 7,500 ഓട്ടോമാറ്റിക് 22 വണ്ടി. ഓക്കെ. നല്ലൊരു പ്രൈസ് തന്നെ കേട്ടോ. ഓക്കെ. അപ്പൊ വണ്ടി കയറിയിട്ടില്ല, പോളിഷിംഗിലാണ്. വന്നു കഴിഞ്ഞാൽ ഉഷാറായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സെയിലാവുന്ന വാഹനങ്ങളാണ്. ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്ക് ലേഡീസ് ഒക്കെ സുഖമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ വാഹനമാണ്. അപ്പൊ ഈ മാനുവൽ വാഹനത്തിന് ഏകദേശം 18 കിലോമീറ്ററോളം മൈലേജ് കിട്ടും. എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? നമുക്ക് 6 രൂപ കൊടുക്കാം. 6.5 ലക്ഷം രൂപ. 23 വണ്ടി വെറും 6.5 ലക്ഷം രൂപക്കാണ് തരാമോ? എവിടുന്നേലും കിട്ടുമോ ഇമ്മാതിരി വലിയ ഓഫർ? അടുത്തായിട്ട് നമുക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ 2015 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക്. ഇത് ഓണർഷിപ്പ് എത്ര? ഇത് ഓണർഷിപ്പ് 3 ആയിട്ടുണ്ട്. തേർഡ് ഓണർ ആയിട്ടുണ്ട്. ഓക്കെ. വണ്ടിക്ക് എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഇല്ല? മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ്. മെയിൻ ഗ്ലാസ് അല്ലേ? അപ്പൊ ബോണറ്റ്, ഡോർ കാര്യങ്ങൾ അതൊന്നും റീപ്ലേസ് ഇല്ല അല്ലേ? ഓക്കെ. ടയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടയർ, ഒരു 80% ടയർ വരുന്നുണ്ട്. അപ്പോൾ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സീറ്റർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സ്. അലോയ് പുതിയ അലോയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ഫോർച്യൂണർ അലോയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റർ, ടച്ച് സ്ക്രീന്, ക്ലൈമറ്റ് AC എല്ലാം വരുന്ന 2 വീൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. നമ്മൾ ചോദിച്ച പ്രൈസ് വെറും 11,90,000 രൂപ. അത് ചെറുതായിട്ട് നെഗോഷ്യബിൾ ആവും. പിന്നെ 15 മോഡലാണ്. നമ്പർ ആക്കാൻ ഏകദേശം നമുക്ക് എത്ര ഇത് വരും? ഒരു 1.25 രൂപ. 1.25 ലക്ഷം രൂപ നമ്പർ ആവും. ഓക്കെ. അപ്പോൾ നമ്പർ ആക്കിയിട്ട് ആർക്കെങ്കിലും ഒരു 1.25 ലക്ഷം രൂപ മുടക്കിയാലും മാക്സിമം ലോൺ കിട്ടുന്ന ഒരു വാഹനമാണ്. കാരണം പൊട്ടിച്ച റേറ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഹോണ്ടന്റെ ബ്രിയോ 2016 റീ വണ്ടിയാണ്. നമ്പർ ആയ ഫുൾ ലോൺ കൊടുക്കാൻ നമുക്ക് 2.25 കൊടുക്കാം. 2.25 ലക്ഷം രൂപ. ഡീസൽ പെട്രോളോ? പെട്രോൾ പെട്രോൾ ഇറങ്ങിയിട്ടില്ലേ? 4 ടയറും അലോയിലും കാര്യങ്ങളും നല്ല റേറ്റ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ലൊരു ഈ വണ്ടി ഒന്നും റോഡിൽ അങ്ങനെ കാണാൻ കിട്ടാത്തൊരു വാഹനമാണ്. ലേഡീസിന് കൂടുതൽ സിറ്റി ഡ്രൈവിന് പറ്റുന്ന ഒരു ക്യൂട്ട് വാഹനം അല്ലേ? ഓക്കെ. കൂളിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റൂഫ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അലോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ടയർ നോക്കുകയാണെങ്കിൽ 50% പുതിയ ടയറാണ്. ഒരു 2.25 ലക്ഷം രൂപക്ക് ഫുള്ള് ലോണില് ഈ മുതൽ നമുക്ക് വീട്ടിൽ കണ്ട് കൊണ്ടുപോകാം അല്ലെ? അത്രയും ചലഞ്ചിങ് പ്രൈസ് ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു വിന്റേജ് വണ്ടി നമ്മുടെ വാപ്പാന്റെ പ്രായമുള്ള മോഡൽ എത്രയാണ്? 2094 ഡീസൽ വേരിയന്റ്. ഇത് മൈലേജ് ഒക്കെ എത്ര കിട്ടും? മൈലേജ് പഴയ ടാക്സി അല്ലേ? 20-22 കിലോമീറ്റർ കിട്ടും. ഡീസൽ കിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന വണ്ടിയല്ലേ? എങ്ങനെയുണ്ട് മെക്കാനിക്കലും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഒരു നെഗറ്റീവ് ഒന്നും പറയാനില്ല. പിൻ ടു പിൻ വർക്ക് എടുത്ത വണ്ടിയാണ്. നമ്മൾ 4 ടയർ ആയാലും ടാക്സും ഫിറ്റ്നസ് 27 വരെ ഫിറ്റ്നസും പേപ്പറും കാര്യങ്ങളും പുതിയ ഇൻഷുറൻസ് കെട്ടിക്കൊടുക്കും. പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ ഉഷാറട്ടോ. നല്ല ബോഡി ആണെങ്കിലും ഒരു ഡെന്റോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മൾ അങ്ങനെ വർക്ക് എടുത്ത് കംപ്ലീറ്റ് ചെയ്താണ്. തീർച്ചയായിട്ടും. നമ്മൾ ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല സീറ്റർ ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണോ ഇതിന്റെ ഗിയർ? ഇത് ഹാൻഡ് ഗിയർ വരിക. അത് നമ്മൾ പ്ലാറ്റ്ഫോം ഗിയർ ആക്കിയതാണ് കംഫർട്ടിന് വേണ്ടി. അപ്പൊ ഈ വണ്ടി എടുക്കണവർക്ക് ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ. ഇനി ഒരു വർക്ക്, ഇൻഷുറൻസും കെട്ടിക്കൊടുക്കും. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം
ക്ലിയർ ചെയ്ത് കൊടുക്കും. മൈലേജും ഉണ്ട്, അത്യാവശ്യം കാണാൻ ലുക്കും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എത്രയാണ് ഒരു മുതലിന് ആസ്ക് ചെയ്യുന്നത്? നമ്മൾ മോഹവിലാണ് മാർക്കറ്റ് വില വില അല്ലേ ഇതിന്? നമുക്ക് 2 ലക്ഷം റുപ്യ കൊടുക്കാം. 2 ലക്ഷം റുപ്യ കൊടുക്കാം. ഇത് നെഗോഷ്യബിൾ ആണോ അതോ? നെഗോഷ്യബിൾ ആണോ ചോദിച്ചാൽ പുതിയ ഇൻഷുറൻസും ഇപ്പൊ ടാക്സ് നിലവിൽ കഴിഞ്ഞ് കിടക്കുകയാണ്. അത് നമ്മൾ പുതിയ 9,000 രൂപ എന്നാൽ നമ്മൾ പ്രേക്ഷകർ വന്നാൽ ചെറുതായിട്ട് നമ്മളാളല്ലേ. ഓക്കെ, ലോണും ഒന്നും ചോദിച്ചു വരരുത്, ലോണൊന്നും കിട്ടൂല. ഈ പഴയ വണ്ടിയാണ്, നമുക്ക് റെഡി ക്യാഷ്. അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് പോകുന്ന വണ്ടികളാട്ടോ. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഈ ക്ലാസ് പരിചയപ്പെടാം. അതും കേരളത്തിൽ നമ്പർ ആയതാണോ അതോ നമ്പർ ആയ വണ്ടി? ഓക്കെ, നല്ല ബ്ലൂ കളർ അല്ലേ, ഒരു ഡാർക്ക് ബ്ലൂ. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ? 2010-11 വണ്ടിയാണ്. മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ് ഉള്ളൂ. ഓക്കെ, അപ്പൊ കറക്റ്റ് 1/10 കമ്പനി സർവീസിലെ വണ്ടിയാണ്. കമ്പനി സർവീസിൽ ഈ വണ്ടി എടുക്കുന്നവർക്ക് ഒരു ഐഫോൺ ഫ്രീ അല്ലേ? അതിന്റെയാണ്. വണ്ടിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. ടയർ കാര്യങ്ങളൊക്കെ എല്ലാം ഒരു 70% മുകളിലുണ്ട്. 70% മുകളിൽ ടയർ വരുന്നുണ്ട്. ഈ ക്ലാസ്സിൽ തന്നെ ടോപ്പ് വേരിയന്റ് ആണ്. അപ്പൊ ഇന്റീരിയർ ബ്ലാക്ക് ആവും അല്ലേ? ഇന്റീരിയർ ബ്ലാക്ക്. സാധാരണ നമ്മൾ ഈ ക്ലാസ് കാണുമ്പോൾ ഒരു സ്പോർട്ടി ലുക്കാണ് വരുന്നത്. ഓക്കെ, എല്ലാ ഭാഗങ്ങളും പ്രോപ്പർ വർക്കിംഗ് ആണ്. ഒരു എറർ മെസ്സേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗ്യാരണ്ടിയിൽ കൊടുക്കാം. സൺറൂഫ് വരുന്ന വേരിയന്റ് ആണ്. എല്ലാ ഭാഗങ്ങളും വർക്കിംഗ് ആണ്. ഹെഡ് റെസ്റ്റിൽ ടിവി വരുന്ന മോഡൽ. ഫുൾ ഓപ്ഷൻ ആട്ടോ. ഈ ക്ലാസ് നോർമലി നമ്മൾ കാണാറുള്ളത് കാര്യങ്ങളും എല്ലാം മിഡിൽ വേരിയന്റ് ആണ് നമ്മൾ പൊതുവെ കാണാറുള്ളത്. ഇത് ഫുൾ ഓപ്ഷൻ ആണ്, നമ്പർ ആയ വണ്ടിയാണ്. എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? 4 ഓണർഷിപ്പ് ഇല്ല വണ്ടിയാണ്. ഫോർത്ത് ഓണർ ആണ്. നമുക്ക് ലാസ്റ്റ് നമുക്ക് 7,500 രൂപ കൊടുക്കാം. 7.5 ലക്ഷം രൂപക്ക് നമ്പർ ആയ വണ്ടി കൊടുക്കാം. ലോണ് കിട്ടും. ലോണ് നമുക്കൊരു 4 രൂപ വരെ ലോൺ കൊടുക്കാം. 4 ലക്ഷം രൂപ ലോൺ കിട്ടൂലേ? ലോൺ കിട്ടും. നല്ല സിവിലുള്ള ഒരാളാണെങ്കിൽ നമുക്ക് 4 ലക്ഷം രൂപ വരെ ലോൺ കിട്ടുന്ന ഒരു വാഹനം. അപ്പൊ ആർക്കെങ്കിലും ഫുൾ ഓപ്ഷൻ ഇ ക്ലാസ് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു മുതൽ ഇന്ത്യയിൽ ആകെ 1000 പീസ് ഉള്ളൂ എന്ന് പറഞ്ഞു. അതും ഡീസലില് മൈലേജ് ഒരു 20 അടുപ്പിച്ച് എങ്ങനെയാലും കിട്ടും. 26 കിലോമീറ്റർ മൈലേജ്. അത് കിട്ടണില്ല എന്ന് പറഞ്ഞാൽ വണ്ടി നമുക്ക് തിരിച്ചെടുക്കും. 26 കിലോമീറ്റർ മൈലേജ് ഗ്യാരണ്ടി. ഈ വണ്ടി നമ്മളെ ഒരു സുഹൃത്തിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. സിംഗിൾ ഈ ഫസ്റ്റ് ഓണർഷിപ്പ് നമ്മളൊരു മാമന. പിന്നെന്തിനാ ഇത് പൂനെ ബാംഗ്ലൂര് അവിടെ അതാണ് കിലോമീറ്റർ കുറച്ചധികമാണ്. സർവീസ് എങ്ങനെയുണ്ട്? സർവീസ് ഫുൾ കമ്പനി സർവീസ് ആണ്. പക്ക സർവീസ്. ലാസ്റ്റ് ഇപ്പൊ നമ്മളടുത്ത് കിട്ടിയിട്ട് ഇപ്പൊ ഒരു 20,000 കിലോമീറ്റർ മാത്രം കമ്പനിയിൽ കയറിയിട്ടില്ല. 23 ശേഷം കമ്പനിയിൽ കയറിയിട്ടില്ല. പക്ക ജെനുവിൻ. റീപ്ലേസ് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. പിന്നെ ഫ്രണ്ട് ബോണറ്റ് ഈ ഒരു ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. മേജർ കാര്യങ്ങളൊന്നുമില്ല. റേറ്റ് പൊട്ടിച്ച് കൊടുക്കാം. നമുക്ക് കമ്മിയാക്കി കൊടുക്കാം. ഡിമാൻഡുള്ള വണ്ടിയാണ് ഇത്. കിട്ടാൻ ഏറ്റവും ടോപ്പ് ഏറ്റവും ഫുൾ ഓപ്ഷൻ 4 കമ്പനി അലോയിൽ വരുന്ന പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, DRL, കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ടച്ച് സ്ക്രീൻ, ക്ലൈമറ്റ് കൺട്രോൾ, AC വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്. ഓക്കെ, നമുക്ക് എത്രക്ക് കൊടുക്കാം ഈ ഒരു ZDI പ്ലസ് വാഹനം? നമുക്ക് ലാസ്റ്റ് 5,400 രൂപ കൊടുക്കാം. റീപ്ലേസ് ചെറിയ റീപ്ലേസുകൾ ഇല്ലതാണല്ലോ. അപ്പൊ നമുക്ക് ഫുൾ ലോണും 5,400,000 ലക്ഷം രൂപക്ക് ഡീസൽ 26 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടി. മൈലേജ് നമ്മൾ ഗ്യാരണ്ടി കേട്ടോ. ഗ്യാരണ്ടി ആണ്. അതില്ലാന്ന് പറഞ്ഞ വണ്ടി എടുത്ത് തരും. നമ്മുടെ ഡ്രൈവിംഗ് അനുസരിച്ചായിരിക്കും. പൊളിച്ച് പോലെയാണ് കിട്ടില്ല. ഒരു മാന്യമായ ഡ്രൈവിലാണെങ്കിൽ 26 കിലോമീറ്റർ എങ്ങനെ പോയാലും മൈലേജ് കിട്ടുന്ന ഒരു മോഡൽ. അടുത്തായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ മൈലേജ് കിട്ടുന്ന ഒരു സ്വിഫ്റ്റ് പരിചയപ്പെടാം. സ്വിഫ്റ്റ് ഡീസൽ വളരെ കുറവാട്ടോ. പെട്രോൾ ആണ് ഏറ്റവും കൂടുതൽ ഇറങ്ങിയിട്ടുള്ളത്. ഡീസലിൽ മെയിൻ്റെനൻസ് കോസ്റ്റ് കുറഞ്ഞ ഒരു വാഹനമാണ് കേട്ടോ. നല്ല മൈലേജ് ഒരു 20 അടുപ്പിച്ച് എങ്ങനെയും കിട്ടും. 20-22 എങ്ങനെയും കിട്ടും അല്ലേ? VDI ആണോ? VDI ആണ്. ZDIയിലേക്ക് നമ്മൾ അലൈവിലും ആൻഡ്രോയിഡ് സെറ്റും കാര്യങ്ങളൊക്കെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓണർഷിപ്പ് ഇപ്പൊ 3ാമത്തെ ഓണർഷിപ്പ്. തേർഡ് ഓണർഷിപ്പ് അല്ലേ? ഓക്കെ, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വണ്ടിക്ക്? മേജർ റീപ്ലേസ് ഒന്നും. ടയർ നോക്കുകയാണെങ്കിൽ ഒരു പുതിയ ടയറാണ്. 60-80 ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്, ഹാൻഡ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ അടിയിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, അതേപോലെ തന്നെ എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്ന VDI ഓപ്ഷൻ ആണ് കേട്ടോ. അപ്പൊ എത്രയാണ് ഈ ഒരു മുതലിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? നമുക്ക് ലാസ്റ്റ് ഇത് 6 രൂപ കൊടുക്കാം. 6 ലക്ഷം രൂപ കൊടുക്കാം. പോട്ടെ, ഒരു 5.95 കൊടുത്താലോ? കൊടുക്കുക. നമുക്കൊരു 5 രൂപ. ഒരു 5,95,000 രൂപക്ക് ഡീസൽ സ്വിഫ്റ്റ് മോഡൽ 18-19 പുതിയ ബാറ്ററി, എല്ലാ പക്ക ക്ലിയർ ഉള്ള വണ്ടിയിലെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. സർവീസ് മെയിൻറ്റെയിൻ ചെയ്തൊരു ഹൈ ക്വാളിറ്റി വണ്ടി. ഈ പെട്രോളിനൊക്കെ വില കുറച്ചിട്ട് കൊടുക്കണേ. ഡീസലിന് ആരും മൈലേജ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മുതലിനെ കൊണ്ടുപോയി ഗ്യാരണ്ടിയിലാണ് തരും. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് ഇനി പഴയ മോഡൽ വേണമെങ്കിൽ അത്യാവശ്യം ലുക്കാക്കിയുള്ളൊരു മുതൽ അല്ലേ? കാണാൻ നല്ല റോഡ് പ്രസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അലോയ് വീൽസ്, അതുപോലെ തന്നെ സ്കേർട്ടിങ്ങൾ ചെയ്തിട്ടുണ്ട്. എത്ര 2015 മോഡൽ VDI മണ്ണാർക്കാട് രജിസ്ട്രേഷൻ. ഓക്കെ, എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഫ്രണ്ടേജ് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ട്, ഫ്രണ്ട് ഭാഗത്ത് ആക്സിഡന്റ് ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഇതിൽ തന്നെ വർക്ക് ചെയ്തിട്ടില്ല, ക്ലിയർ ആക്കിയിട്ട് കൊടുക്കാം. ഗ്ലാസ് നോക്കുകയാണെങ്കിൽ ഗ്ലാസ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഉള്ളതുപോലെ പറഞ്ഞിട്ട് കൊടുക്കുക. അതാണ് നമ്മൾ ഫ്രണ്ടേജ് നമുക്ക് ആ ഒരു ഭാഗം
ആപ്രോണ് ഇല്ല അത് നമുക്കൊന്നുമില്ല. ടയർ നോക്കുകയാണെങ്കിൽ സ്പോർട്ടി ടൈപ്പ് ടയേഴ്സ് ആണ് അപ്ഗ്രേഡ് ചെയ്താണ് സൈസ്. നല്ല അടിപൊളി അലോയ് വീലും ഉണ്ട്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല സീറ്റർ ചെയ്തിട്ടുണ്ട്. 15 ആയതുകൊണ്ട് വലിയ ഫീച്ചേഴ്സ് ഒന്നും പ്രതീക്ഷിക്കണ്ട. എന്നാലും ഒരു ആൾക്ക് വേണ്ട ബേസിക് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ. മൈലേജ് കിട്ടും ഡീസൽ മൈലേജ്. എത്ര എക്സ്പെക്ട് ചെയ്യണേ? നമുക്ക് ലാസ്റ്റ് ഇതൊരു 4.4 15 വണ്ടി. ഓക്കെ, 4.5 ലക്ഷം രൂപക്ക് 15 ഡീസൽ നമുക്ക് കൊടുക്കാം. ചെറുതായിട്ട് നെഗോഷ്യബിൾ ആവും. ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോൺ കിട്ടും. ഫുൾ ലോൺ ചെയ്തു. 1 രൂപ പോലും മുടക്കാതെ 100% ലോണിൽ നമുക്ക് സ്വിഫ്റ്റ് സ്വന്തമാക്കാം. അപ്പൊ അടുത്തായിട്ട് നമുക്ക് സെലേറിയോ പരിചയപ്പെടാം. അതും പെട്രോൾ ഓട്ടോമാറ്റിക് 2014 മോഡൽ തേർഡ് ഓണർഷിപ്പ് 14 മോഡൽ. അപ്പൊ ലേഡീസിനൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാം. കാരണം ചെറിയൊരു വാഹനമാണ്. അപ്പൊ ഏത് സ്ഥലത്തു കൂടി സുഖമായിട്ട് കൊണ്ടടക്കാം. മൈലേജ് ഒരു 15 ഉള്ളിൽ 15 ഓട്ടോമാറ്റിക് അല്ലേ, മൈലേജ് കുറവാണ്. ഓക്കെ, വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മൈലേജും അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടുന്ന ഒരു വണ്ടിയാണ്. മാക്സിമം ലോണും കിട്ടുന്ന ഒരു മുതലാണ് കേട്ടോ. കാരണം മാരുതിന്റെ വണ്ടിക്ക് മാക്സിമം ലോൺ കൊടുക്കാം. ഓക്കെ, വണ്ടി ഓൾ റോഡ് കണ്ടീഷൻ സർവീസ് കാര്യങ്ങളൊക്കെ പക്കല്ലേ? സർവീസ് കമ്പനി സർവീസ് ആണ്. 1,30,000 കിലോമീറ്റർ ലാസ്റ്റ് സർവീസ് ചെയ്യുമ്പോൾ 1.9 ആയിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് സർവീസും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ സീറ്റർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്രയാണ് ഈ ഒരു മുതൽ? നമുക്ക് 3.30 കൊടുക്കാം. അതിൽ നെഗോഷ്യബിൾ ചെയ്യരുത് കേട്ടോ. ലാസ്റ്റ് ലോണോ? ഇത് നമുക്ക് ഒരു 2.25 ലോൺ 50 റുപ്യ വെറും 3,30,000 രൂപക്ക് 2014 മോഡൽ സെലേറി നമുക്ക് കൊടുക്കാൻ പറ്റും. നല്ലൊരു ഓഫർ പ്രൈസ് ആണ് കേട്ടോ. മാക്സിമം ലോൺ ഏകദേശം ഒരു 80-85% നമുക്ക് ലോൺ കിട്ടുന്ന ഒരു വണ്ടി. ഓക്കെ, അടുത്തായിട്ട് ഇനിയിപ്പോൾ ആൾട്ടോ അല്ലെങ്കിൽ ചോദിക്കുന്നവർക്ക് ഇതാ നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ നല്ലൊരു വണ്ടി. സിംഗിൾ ഓണർ 2019 മോഡൽ 82,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ. ഓക്കെ, റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഗ്യാരണ്ടി മണ്ണാർക്കാട് വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. ടയർ 4 ടയറും ഏറെക്കുറെ പുതിയതാണ്. ഇത് സ്റ്റെപ്പിനാണ് ഇതിന്റെ അതിൽ കിടക്കുന്നത്. 4 ടയർ നമ്മൾ പുതിയതായി കൊടുക്കും. ടയർ കൊടുക്കാം. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ സെറ്റ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അറിയേണ്ടത് ഇതിന്റെ പ്രൈസ് ആണ്. നമുക്ക് 2,80,000 റുപ്യ കൊടുക്കാം. 2019 മോഡല് ഈ അൾട്ടോ നിർത്തിയല്ലോ, കേട്ടനല്ലേ വരുന്നുള്ളൂ. അൾട്ടോക്ക് ഇപ്പൊ കുറച്ച് ഡിമാൻഡ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് മെയിൻ്റെനൻസ് കോസ്റ്റ് കുറഞ്ഞ ഒരു ഏത് ഫാമിലിക്കും സുഖമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ്. അത്യാവശ്യം പവറും പെർഫോമൻസും ഒരു നോർമൽ യൂസിന് പറ്റിയൊരു വണ്ടി കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് മാരുതിന്റെ സ്റ്റാർ പരിചയപ്പെടാം അല്ലേ? ഇത് 2009 മോഡലാണ്. തേർഡ് ഓണർഷിപ്പിലില്ലേ. ഇതിന്റെ എല്ലാ ഭാഗങ്ങളും മെക്കാനിക്കലി എല്ലാം നമ്മളൊക്കെ ക്ലിയർ ആക്കിയാണ്. ഒരു എക്സ്ചേഞ്ചിൽ വന്ന വണ്ടിയായിരുന്നു. എത്ര പേപ്പർ കാര്യങ്ങളൊക്കെ? പുതിയ പേപ്പർ, 4 വർഷം പുതിയ പേപ്പർ എക്സ്ചേഞ്ചിൽ വന്നൊരു വണ്ടിയായിരുന്നു. അപ്പോൾ കുറച്ച് പണികൾ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. സീറ്റും പ്ലാറ്റ്ഫോമും കാര്യങ്ങളും കുറച്ച് തുരുമ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്തിട്ട് തന്നെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ചെറിയൊരു പ്രൈസിൽ മഴയും വെയിലും കൊള്ളാതെ നമുക്ക് AC ഇട്ട് സഞ്ചരിക്കാം. അതെ, ടയർ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 80% മുകളിൽ 4 ടയറുണ്ട്. 4 ടയറും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ടയർസ് വരുന്നുണ്ട്. സീറ്റർ ആണെങ്കിലും ക്വാളിറ്റി ഉള്ള സീറ്റർ, പുത്തൻ സീറ്റർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 2009 മോഡൽ ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടിക്ക് നമുക്ക് എത്ര കൊടുക്കും? നമുക്ക് 1,20,000 കൊടുക്കാം. പുത്തൻ ഇൻഷുറൻസ് എടുത്തിട്ട് 1,20,000 രൂപ കൊടുക്കാം. ലോണ് കിട്ടൂല. ലോണ് കിട്ടാല് കുറവാണ്, ചാൻസ് കുറവാണ്. ഇവിടെ അടുത്തുള്ളവർക്ക് മറ്റേ സേട്ട് ലോണൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് I10 പരിചയപ്പെടാം. അത് എത്ര മോഡൽ? 2018 മാഗ്ന പ്ലസ്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് 3. തേർഡ് ഓണർ. കിലോമീറ്റർ 1,10,000 ഓടിയിട്ടുണ്ട്. 1,10,000 ജെനുവിൻ ആയിട്ടുള്ള സർവീസ് കാര്യങ്ങൾ. എന്തെങ്കിലും മേജർ റീപ്ലേസ് കിലോമീറ്റർ ജെനുവിൻ ആണോ എന്ന് ചോദിച്ചാൽ കമ്പനി സർവീസ് അല്ല, പക്ഷെ നമുക്ക് മെക്കാനിക്കലി നോക്കുമ്പോൾ ഏറെക്കുറെ ജെനുവിൻ ആണ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഹുണ്ടായിട്ട് വണ്ടിയാണ്. ഏത് ബേസിക് വേരിയന്റ് ആണെങ്കിലും നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം തരുന്നൊരു അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിലുള്ള ഒരു വാഹനം കൂടിയാണ്. ഇതിന് പ്രൈസ് എത്ര? നമുക്ക് 3.5 റുപ്യ കൊടുക്കാം. 3.5 ലക്ഷം രൂപക്ക് ലോൺ കിട്ടുമോ? ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. 3 ലക്ഷം റുപ്യ ലോണും കൊടുക്കാം. 90% ലോൺ. ഒരു 50,000 രൂപ മുടക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, എങ്ങനെയുണ്ട് ഇന്നത്തെ ഒരു ഓഫർ എപ്പിസോഡ്? ഇനി ഓഫർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും പരാതി പറയാൻ വരരുത്. അത്രയും ഓഫറിലാണ് പൊട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ ലാസ്റ്റ് നമ്മുടെ പ്രേക്ഷകർ വരുമ്പോ ഓഫർ റേറ്റ് കൂട്ടാൻ നിൽക്കരുത്, വലിയ ആളായി എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു വാഹനം മാക്സിമം അഫോർഡബിൾ പ്രൈസ് ആണ് തരുന്നത്. പുതിയ ഷോറൂം ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു ഓഫർ നമുക്ക് ഈ മാസം എടുക്കുന്ന എല്ലാവർക്കും ഫുൾ ടാങ്ക് ഡീസൽ. ഫുൾ ടാങ്ക് ഏത് വണ്ടി? അപ്പൊ ഫോർച്യൂണർ എടുത്താലും ഫുൾ ടാങ്ക് ഡീസൽ അടിക്കും. പെട്രോൾ വണ്ടി ഡീസൽ അടിച്ചു കൊടുക്കും? ഇല്ല, പെട്രോൾ അടിച്ചു കൊടുക്കും. അപ്പൊ ഏത് വണ്ടി ആയിക്കോട്ടെ ഫുൾ ടാങ്ക് ഫ്യൂൽ അടിച്ചിട്ട് ഞങ്ങളെ കയ്യിലേക്കാണ് തരുള്ളൂ കേട്ടോ. മാത്രമല്ല മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമ്മുടെ ഫോളോവേഴ്സിന് വണ്ടി കൈമാറുള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ ഈ വീഡിയോ മാക്സിമം യൂസ് ചെയ്തു. അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അസീസ് ബ്രോ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഒന്ന് സോപ്പ് ഇട്ടാൽ മതി അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ മറക്കേണ്ട, മണ്ണാർക്കാട്
ആണ് നമ്മുടെ കറക്റ്റ് പ്രോപ്പർ ലൊക്കേഷൻ. പ്രോപ്പർ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് എന്നാണ് ഷോറൂമിന്റെ പേര്. പാരീസ് മോട്ടോഴ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കിടുക്കാച്ച എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും ഗുഡ് ബൈ.